ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കൊച്ചച്ചൻ കുറച്ച് പൂവ് ഏറ്റിട്ടുണ്ടെന്ന്. പുള്ളി വാക്ക് വലിച്ചു. ദേ ഈ കാക്കപ്പൂവും ചെത്തിപ്പൂവും പിന്നെ ഇത് കണ്ടോ വെള്ളപ്പൂ. പേരെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല മണമായിരുന്നു. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അങ്ങനെ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പരിപാടി ആരംഭിച്ചു. ഈ വരാന്തയിലുള്ള ഇൻ്റർലോക്കിലാണ് ഞങ്ങൾ പൂക്കൾ ഇടാൻ പോണത്. അതുകൊണ്ട് വരയ്ക്കാൻ നല്ല പാടായിരുന്നു. ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്ക് റൗണ്ടായിട്ട് പൂക്കൾ വയ്ക്കാമെന്ന്. അപ്പോഴാ ചിറ്റ പുതിയ മോഡേണായിട്ട് വരുന്നത്. ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ തീമാണ് റുബിക്സ് ക്യൂബ്. എന്തായാലും ഇൻ്റർലോക്കിൻ്റെ ഓരോ കട്ടയിൽ ഓരോ കളറാക്കാമെന്ന് തീരുമാനമായി. ആ ഒരു മജന്ത കളർ കണ്ടോ, അത് ചിറ്റയുടെ കണ്ണ് വെട്ടിച്ചിട്ട് കൊച്ചച്ചൻ പറിച്ചുകൊണ്ട് വന്നതാണ്. ചിറ്റ കണ്ടിട്ടില്ല. ചിറ്റ കഷ്ടപ്പെട്ട് വളർത്തിയ ചൈനീസ് ബോൾസോ ആണ് ആ കിടക്കണമെന്ന് അറിഞ്ഞാൽ. കൊച്ചച്ചൻ്റെ കാര്യം സ്വാഹ. പുറയിലിരിക്കുന്ന എൻ്റെ ഡ്രസ്സിനോട് മാച്ചായ ആ ചാക്കിനൊരു ഏസ്തെറ്റിക് ലുക്ക് ഇല്ലെങ്കിലും ഏത് ആംഗിളിൽ നിന്ന് എടുത്തിട്ടും അത് കളയാൻ പറ്റണില്ല. ബട്ട് ഇരിക്കട്ടെ, അപ്പൂപ്പൻ്റെ കൃഷിക്ക് മേടിച്ച് വെച്ചേക്കുന്ന വളം അത്. ഓണാശംസകൾ എഴുതാനുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ടും ആംഗലേയ ഭാഷ ഉപയോഗിക്കാമെന്ന് വെച്ചു. പിന്നെ പൂക്കൾ തികയാത്ത സമയത്ത് ഞങ്ങളുടെ ലൈഫ് സേവറാണ് പായസത്തിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത വേസ്റ്റ് വന്ന തേങ്ങാപ്പീര. അത് കുറച്ച് ഉജാലയും മഞ്ഞപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് സംഭവം കളറാക്കും. തുമ്പപ്പൂ ഇല്ലാതെ പിന്നെ എന്ത് അത്തക്കളം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റുബിക്സ് ക്യൂബ് തീംഡ് അത്തക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു രസമില്ല കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.